പുരാതന കാലമായി നടന്നു വരുന്നത് പോലെ ഇന്ന് റാംപൂർ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് ആടുകളുടെ മത്സരം നടക്കാൻ പോകുന്നു. ഓർമ്മയിലിരിക്കട്ടെ, ആരുടെ ആട് ജയിക്കുന്നോ അവർ പൂജ ചെയ്യും. കേട്ടോളൂ, ഇത്തവണയും എന്റെ ആട് ദിലാവറായിരിക്കും ജയിക്കുന്നത്. കാരണം എന്റെ ആട് വെറും ആടല്ല, രണഭൂമിയുടെ രാജാവാണ്. ആദ്യത്തെ മത്സരം വീരപുരത്തിലെ ദിലാവറും തൊട്ടടുത്തുള്ള സീതാപൂരിലെ കാലുവും തമ്മിലാണ്. നോക്കാം, എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ദിലാവർ ജയിക്കുമോ ഇല്ലയോ എന്ന്. അതിൽ ഒരു സംശയവും വേണ്ട, ദിലാവർ തന്നെ ജയിക്കും. ദിലാവർ, ഈ ആടിനെ ഒറ്റയടിക്ക് നീ താഴെയിടണം. അങ്ങനെ മത്സരം തുടങ്ങി. ദിലാവർ കാറ്റിൽ പറന്ന് കാലുവിന്റെ നെറ്റിയിലിടിച്ചു. ദിലാവർ ഒറ്റയിടിക്ക് കാലുവിനെ നിലം പറ്റിച്ചു. ആദ്യ മത്സരത്തിൽ ദിലാവർ വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത മത്സരം. ഇനിയുള്ളത് ദിലാവറും ടൈഗറും തമ്മിലാണ്. ദിലാവറിന്റെയും ടൈഗറിന്റെയും ഇടയിൽ മത്സരം തുടങ്ങുന്നു. ഇത്തവണയും ദിലാവർ തന്നെ ജയിച്ചു. സന്തോഷിക്കൂ സംഷേർ, ഇത്തവണയും തന്റെ ആടാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ പുതിയ കാര്യം എന്താ? പൂജയ്ക്കുള്ള തയ്യാറുകൾ ചെയ്യൂ. കാരണം ഇത്തവണയും പൂജ ഞാൻ തന്നെ ചെയ്യും. നിൽക്കൂ, മത്സരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതെയോ? ആരെന്റെ ദിലാവറുമായി മത്സരിക്കും? നീയും നിന്റെ പൊടിയൻ ആടുമോ? ഈ ദിലാവറിനേക്കാൾ സുൽത്താനാണ് മിടുക്കൻ. സുൽത്താൻ എന്ന് പേര് വച്ചാൽ സുൽത്താൻ ആവില്ല മോനെ. വെറുതെ പറയാതെ മത്സരം ജയിച്ച് കാണിക്കുന്നേ. ഞാൻ മത്സരത്തിന് തയ്യാറാണ്. നീ മത്സരത്തിന് തയ്യാറാണോ? ദിലാവർ ഓൾവേസ് റെഡി. നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം തുടങ്ങി. കമോൺ ദിലാവർ, ഇവനെ ഇടിച്ച് ദൂരെ കളയേ. കമോൺ സുൽത്താൻ, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. കൊല്ലതിനെ. വിഷമിക്കണ്ട മുതലാളി, ഇന്ന് പൂജ താങ്കൾ തന്നെ ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആദ്യമായി സംഷേർ സിംഗിന്റെ ആട് പരാജയപ്പെട്ടു. മാപ്പ് തരൂ സംഷേർ സിംഗ്, ഇന്ന് താങ്കൾക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. ഇന്ന് വിജയം എന്റേതല്ല, അതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. നിന്നെ നിന്റെ ആടിനെ ഞാൻ കാണിച്ചു തരാം. സംഷേർ സിംഗ് ദേഷ്യത്തിൽ തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം സംഷേർ സിംഗിന്റെ സ്ഥാനത്ത് ലക്ഷ്മണൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്നു. എന്നാൽ സംഷേർ സിംഗ് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എന്റെ ആടിനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അതെ മുതലാളി, താങ്കളുടെ ആട് ഒരിക്കലും തോറ്റിട്ടില്ല. മാപ്പ് തരൂ മുതലാളി, എന്നാൽ ഇന്ന് താങ്കളുടെ ആട് തോറ്റു. താങ്കൾക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ്. ഇതെല്ലാം ആ ആട് കാരണമാ. അതുകൊണ്ട് ആ ആടിന്റെ കാര്യം ആദ്യം തീർക്കണം. പറയൂ, ഇന്ന് രാത്രി ആടിന്റെ തീറ്റയിൽ വിഷം കലർത്തട്ടെ. ആ ശരി മുതലാളി, നാളെ രാവിലെ സുൽത്താൻ ആട് മരിച്ച വിവരം താങ്കൾ അറിയും. പാതിരാത്രിയിൽ രംഗയും ബില്ലയും മിണ്ടാതെ പോയി. ആടിന്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടു പോയി. പുല്ലിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. ആദ്യം എന്നാൽ പുല്ല് തിന്നാം. സുൽത്താനാട് സന്തോഷത്തിൽ പുല്ലു തിന്നാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ ഈ ആടിന്റെ കഥയങ്ങ് കഴിയും. ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. കുറച്ചു നേരം കിടന്ന് വിശ്രമിക്കാം. വിഷം അതിന്റെ പണി തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ ആ ആട് ദൈവത്തിന്റെ അടുത്ത് എത്തിക്കോളും. കുറച്ചു കഴിഞ്ഞ് ലക്ഷ്മണൻ ആടിന്റെ സ്ഥാനത്ത് വന്നു. എടാ സുൽത്താൻ, നീ ഇപ്പോഴും ഉറങ്ങുവാണോ? വാ, വേഗം എഴുന്നേൽക്ക്, നമുക്ക് ചന്തയിൽ പോകണം. മാപ്പ് മുതലാളി, ഇന്ന് രാവിലെ തീറ്റ ഒരുപാടങ്ങ് തിന്നു. നല്ല ഉറക്കം വരുന്നു. ആടിന് വിഷം ഏൽക്കുന്നില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട്. രണ്ടു ഗുണ്ടകളും സംഷേർ സിംഗിന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തായി പറയുന്നത്? അത് എങ്ങനെ സംഭവിക്കാനാണ്? ഒരു കാര്യം ചെയ്യേ, ഇന്ന് വിഷമുള്ള ഒരു പാമ്പിനെ ഇറക്ക്. നോക്കാം എങ്ങനെ രക്ഷപ്പെടുന്നെന്ന്. പാതിരാത്രിയിൽ രംഗയും ബില്ലയും വിഷപ്പാമ്പിനെയും കൊണ്ട് സുൽത്താന്റെ അടുത്തേക്ക് വന്നു. പാമ്പ്, ഈ ആടിനെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ കൊത്ത്. ഇനി ഇത് രക്ഷപ്പെടില്ല. നാളെ രാവിലെ ഇതിന്റെ മരണവാർത്ത മുതലാളിയെ അറിയിക്കാം. വാ. രംഗയും ബില്ലയും അവിടെ നിന്നും പോയി. അടുത്ത ദിവസം രണ്ടുപേരും നോക്കി. സുൽത്താനാടിന് ഒരു കുഴപ്പവുമില്ല. ഇത് പാമ്പ് കുത്തിയിട്ടും ചത്തിട്ടില്ലല്ലോ. മുതലാളിക്ക് എന്ത് മറുപടി കൊടുക്കും? രണ്ടു ഗുണ്ടകളും പേടിച്ച് സംഷേർ സിംഗിന്റെ അടുത്ത് പോയി പറഞ്ഞു. എന്താ, ഇത്തവണയും ആട് ചത്തില്ലേ? ആ ആടിന് തീറ്റ എവിടെ നിന്നാണ് വരുന്നത്? എനിക്കറിയാം, ഇതിന് തീറ്റ ബച്ചുവിന്റെ കടയിൽ നിന്നാണ് വരുന്നത്.
ആ ബച്ചുവിനെ എവിടേക്ക് വിളിക്കൂ. കുറച്ചു നേരത്തിനുള്ളിൽ രണ്ടുപേരും ബച്ചുവിനെയും വിളിച്ചുകൊണ്ടുവന്നു. ബച്ചു, സുൽത്താൻ ആടിന് നീയാണോ തീറ്റ കൊടുക്കുന്നത്? അതേ മുതലാളി. എന്റെ ആൾക്കാർ ആ ആടിന് വിഷം കൊടുത്തു, എന്നിട്ടും അത് ചത്തില്ല. എന്തുകൊണ്ട്? മുതലാളി, ലക്ഷ്മണൻ ദിവസവും ഹക്കീമിന്റെ അടുത്ത് പോയി എന്തൊക്കെയോ ഔഷധ മൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടതിന്. മനസ്സിലായി. വിഷം എന്തുകൊണ്ടാണ് ഏൽക്കാത്തതെന്ന്. കാലു കശാപ്പുകാരനെ വിളിക്കേ. നിങ്ങൾ എന്നെ വിളിച്ചു മുതലാളി. കാലു, സുൽത്താനാട് നാളത്തെ സൂര്യോദയം കാണാൻ പാടില്ല. ഉത്തരവ് പോലെ. നാളെ തന്നെ അതിനെ അങ്ങ് ബിരിയാണിയാക്കാം. രാത്രി സമയം കാലു കശാപ്പുകാരൻ തന്റെ കൂട്ടുകാരോടൊപ്പം സുൽത്താനാടിന്റെ അടുത്തേക്ക് പോയി. ഇതിനെ കശാപ്പുശാലയിലേക്ക് കൊണ്ടുപോക്കൂ. കാലുവിന്റെ ആളുകൾ ആടിനെ ചാക്കിൽ കെട്ടി എടുത്തുകൊണ്ടുവന്നു. എപ്പോൾ ആടിനെ ചാക്കിൽ നിന്നും പുറത്തെടുത്തോ അപ്പോൾ ശംഷേർ സിംഗ് അവിടെ വന്നു. കൊള്ളാം കാലു, നീ ഒരു കേമൻ തന്നെടാ. ഇവനെ നീ തന്നെ കൊന്ന് ഇല്ലാതാക്കി തരണം. ഇതാ നിന്റെ കൂലി. നീ ചിന്തിക്കുന്നത് കാലു എന്നെ കൊണ്ടുവന്നല്ലേ? എന്നാലല്ല, കാലു അല്ല എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാൻ കാലുവിന്റെ ഒപ്പം എന്റെ ഇഷ്ടത്തോടെ ഇവിടേക്ക് വന്നതാ. ആടെ നിന്ന് വിഡ്ഢിത്തം പറയുന്നു. ഇത് മണ്ടത്തരമല്ല, കൗശലമാണ്. നിങ്ങളുടെ കള്ളി വെളിച്ചത്താക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. വിശ്വാസമില്ലെങ്കിൽ നോക്കിക്കോ. ഈ ആടിനെ വട്ടളകേ, ഓടിക്കോ ഇവിടെ നിന്ന്. കാലുവിന്റെ ആളുകൾ ആടിന്റെ അടി കൊള്ളാതിരിക്കാനായി ഓടി. ഇപ്പോൾ എന്റെ വാക്ക് വിശ്വാസം വരുന്നുണ്ടോ? നിങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇത്രയും ശക്തിശാലിയാണോ? പിന്നെ എന്തിനാണ് നീ ഞങ്ങളുടെ ഒപ്പം വന്നത്? ലക്ഷ്മണ് അറിയണമായിരുന്നു ആരാണ് എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന്. എന്താ ലക്ഷ്മൺ ഇതറിഞ്ഞോ? ആരാണ് നിന്നെ കൊല്ലാൻ വന്നതെന്ന്? വേറെ ആരുമല്ല, താനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്ക് തന്നെ കൈയോടെ പിടികൂടണമായിരുന്നു. പണ്ഡിറ്റ് ജി, നിങ്ങൾ കണ്ടല്ലോ, ഇയാൾ പൂജ ചെയ്യാൻ അർഹനാണോ? പൂജ ചെയ്യാൻ മാത്രമല്ല, ഗ്രാമത്തിൽ ജീവിക്കാൻ പോലും ഇയാൾ അർഹനല്ല. ശംഷേർ സിംഗ് നാളെ പഞ്ചായത്തിൽ വന്ന് ഹാജരാകണം. അടുത്ത ദിവസം ശംഷേർ സിംഗ് സഭയിൽ വന്നു. ശംഷേർ സിംഗ്, താൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരമ്പലത്തിലും താൻ പൂജ ചെയ്യരുത്. ലക്ഷ്മണാണ് ഇന്നു മുതൽ പൂജയുടെ അധികാരി. കാരണം സുൽത്താൻ വീരപരീക്ഷയിൽ ജയിച്ചു. ശംഷേർ സിംഗ്, തന്റെ പ്രവൃത്തി മാപ്പർഹിക്കുന്നില്ല. അതുകൊണ്ട് പഞ്ചായത്ത് തന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വേണ്ട വേണ്ട മുഖ്യ, ഇയാളോട് ക്ഷമിച്ചേക്കൂ. ലക്ഷ്മൺ, നീ എന്താണ് ഈ പറയുന്നത്? ഇയാൾ തന്റെ ആടിനെ കൊല്ലാൻ ശ്രമിച്ചവനാണ്. മുഖ്യ, എനിക്ക് ഒരു അനുവാദം മാത്രം കിട്ടിയാൽ മതി. അമ്പലത്തിൽ പൂജ ചെയ്യാൻ എല്ലാവർക്കും അവസരം നൽകണം. അത് എനിക്കിന്ന് സത്യം ചെയ്തു തരണം. ഇയാളെ ദയവ് ചെയ്ത് വെറുതെയും വിടണം. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശംഷേർ സിംഗിന് ദുഃഖം വന്നു. ഞാൻ അഹങ്കാരം കൊണ്ട് അന്ധനായി ഇതെല്ലാം ചെയ്തു. എന്നാൽ ഇന്നൊരു ആടിലൂടെ നീ എന്റെ കണ്ണു തുറന്നു. ഞാൻ സമ്പത്തിന്റെ ലഹരിയിൽ മറന്നുപോയി. പൂജ ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും കിട്ടണം. ഈ അധികാരം ആടുകൾ തമ്മിൽ അടിയുണ്ടാക്കി കണ്ടെത്തേണ്ട ഒന്നല്ല. ശംഷേർ സിംഗിന്റെ മനസ്സ് മാറിയത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. പോകൂ ശംഷേർ സിംഗ്, ഇത്തവണ തന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ലക്ഷ്മൺ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്റെ തെറ്റിന് മാപ്പ് തരാം. നീ എനിക്ക് മാപ്പ് തന്ന് എന്നെ നിസാരനാക്കി ലക്ഷ്മൺ. മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല ശംഷേർ സിംഗ്. അമ്പലത്തിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പൂജ ചെയ്യാം. ലക്ഷ്മണന്റെ സന്മനസ് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. സുൽത്താൻ ആടിന് ജയ്, ലക്ഷ്മണന് ജയ്. അതിനുശേഷം ഗ്രാമത്തിൽ ആടുകളുടെ മത്സരം നടത്തിയില്ല. പക്ഷേ പൂജ ആര് ചെയ്യും? അന്നു മുതൽ ഗ്രാമത്തിലെ എല്ലാ ആളുകൾക്കും വീണ്ടും വീണ്ടും ഭഗവാനെ പൂജിക്കാനുള്ള അവസരം കിട്ടി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.